ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അച്ചപ്പമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നന്നായിട്ട് കഴുകി വാരിയെടുക്കണം. ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് 1-2 ബാച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരുമിച്ചിടുകയാണ്. ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പം അരി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ഗ്ലാസ് മൈദയാണ്. 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 കപ്പ് മൈദ. ഈ അച്ചപ്പത്തിലോട്ട് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് അതിന് കുറച്ചൊരു ബലമൊക്കെ ഒന്ന് കുറയുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അരിപ്പൊടി തന്നെയാണെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും അച്ചപ്പം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കപ്പൊടി ചേർക്കുന്നത് നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതിലോട്ട് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ അച്ചപ്പത്തിൽ മുട്ട ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ്സിന് 1/4 കപ്പ് പഞ്ചസാര എന്ന കണക്കിലാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടിപ്പോയാൽ നമ്മൾ അച്ചപ്പം പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് മധുരം ഒരുപാട് കൂടണ്ട. ഇതിനി പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത കൂട്ട് ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അച്ചപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന തേങ്ങാപ്പാലിലാണ്. അതിനുവേണ്ടി ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം ഉണ്ട്. ഈ തേങ്ങാപ്പാൽ ഇനി ഈ അരിപ്പൊടിയിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററല്ല നമുക്ക് വേണ്ടത്, ഒരല്പം കട്ടിയുള്ള ഒരു ബാറ്ററാണ്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എള്ളാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ബാറ്റർ ഞാനൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഉള്ളൂ അച്ചപ്പം ചുട്ടെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് അച്ചപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ അച്ചപ്പം ചൂടാനുള്ള എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മളിപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് തലേന്ന് തന്നെ എണ്ണയിൽ കുറച്ച് നേരം മുക്കി ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടും. ഈ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അച്ച് എണ്ണയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ശരിക്കും അച്ചപ്പം ത്തിൻ്റെ അച്ച് എണ്ണയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലോട്ട് മുക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കും. അങ്ങനെ കേൾക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ശരിക്കും അച്ചപ്പം അതിലോട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടിട്ടിട്ട് ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുഴഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് വിട്ട് വരും. ചിലപ്പോൾ ആദ്യത്തെ ഒരു 3-4 എണ്ണം ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാൻ. അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം അത് ശരിയായി കിട്ടിക്കോളും. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം അച്ചപ്പം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അച്ചപ്പമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അധികം താമസമൊന്നുമില്ല. ഓരോ അച്ചപ്പം ഉണ്ടാക്കിയതിന് ശേഷം ആ അച്ച് എണ്ണയിൽ മുക്കി തന്നെ വെക്കണം. എന്നിട്ട് നന്നായിട്ടത് ചൂടാകുകയും വേണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ അത് ബാറ്ററിലോട്ട് മുക്കാവുള്ളൂ. പിന്നെ എപ്പോഴും അച്ചപ്പമൊക്കെ പൊരിക്കുന്നത് ഇങ്ങനെ പരന്ന പാത്രത്തിലാവുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അന്നേരം നമുക്ക് ഒരേ സമയത്ത് തന്നെ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് പൊരിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഒന്നൊക്കെയല്ലേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ സമയം നിന്ന് പൊരിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് ഏകദേശം ഒരു 10-20 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഈ അച്ചിൽ നിന്ന് വിടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ. അത് കുറച്ചാകുമ്പോൾ ശരിയായിക്കൊള്ളും. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അച്ചൊക്കെ കിട്ടും, അതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്.
4 മണി സമയത്തൊക്കെ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ ഇത്. പിന്നെ ഇപ്പോഴൊക്കെ മിക്കവരും ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണല്ലോ. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റുമാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാമല്ലോ. ഇതിപ്പോൾ ഞാനിപ്പം അച്ചപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഇത് അടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.